നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം. ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും. ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ്. നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി, വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും, കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ്, AAC ബ്ലോക്സ്, ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ. ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ. നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ്. പാസ്കോ. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി നഗരസഭയിലെ 11ാം ഡിവിഷനിലെ പൂഞ്ഞിരത്ത് പാടത്തിന് സമീപം പനമ്പുഴ 75 നമ്പർ അംഗനവാടിയിലേക്കും അതിനോട് അനുബന്ധിച്ച് 25ഓളം വീടുകളിലേക്കുമുള്ള യാത്രാക്ലേശത്തിൻ്റെയും വിഷയത്തിൽ ഉദ്യോഗസ്ഥർ സംയുക്ത പരിശോധന നടത്തി. അംഗനവാടിക്ക് മുന്നിൽ 50 മീറ്ററോളം നീളത്തിൽ സ്ലാബിട്ട് മൂടാത്ത തോടാണുള്ളത്. കുട്ടികൾ ഈ തോടിന് അരികിലൂടെ നടന്നാണ് അംഗനവാടിയിലേക്ക് എത്തുന്നത്. എതിർദിശയിൽ നിന്ന് വരുന്നവർക്കായി വൈദ്യുതി തൂണും മരത്തടി ഉപയോഗിച്ചുള്ള വീതി കുറഞ്ഞൊരു പഴയ വൈദ്യുതി പോസ്റ്റ് മുറിച്ചിട്ടിരിക്കുന്ന നടപ്പാലമാണുള്ളത്. സമീപത്തുള്ള മദ്രസയിലേക്ക് പോകുന്ന കുട്ടികളും തിരൂരങ്ങാടിയിലെ സ്കൂളിലേക്ക് പോകുന്നവരും ഈ തോടിന് അരികിലൂടെയാണ് പോകുന്നത്. പരിസരത്തെ പ്രായമായവരും രോഗികളും വലിയ പ്രയാസമാണ് അനുഭവിക്കുന്നത്. മഴ ശക്തമാകുന്ന ദിവസങ്ങളിൽ കരകവിഞ്ഞൊഴുകുന്ന തോടാണിത്. തോടിന് മുകളിൽ സ്ലാബിട്ട് ദുരിതം പരിഹരിക്കുകയും അപകട സാധ്യത ഇല്ലാതാക്കണമെന്നും ആവശ്യപ്പെട്ട പ്രദേശവാസികൾ അധികൃതരെ സമീപിച്ചിരുന്നുവെങ്കിലും ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന പരാതി ഉയർന്നിരുന്നു. 12 വയസ്സുള്ള 90% ഭിന്നശേഷിയുള്ള മുഹമ്മദ് ഷാംലിക്കിനെ 50 മീറ്ററോളം എടുത്തുകൊണ്ടുവേണം സ്കൂളിലേക്കും മറ്റും കൊണ്ടുപോകാൻ. തോടിന് അരികിലൂടെയുള്ള ഭാഗത്ത് പോസ്റ്റുണ്ടെങ്കിലും സ്ട്രീറ്റ് ലൈറ്റ് ഇതുവരെ സ്ഥാപിക്കാൻ പോലും അധികാരികൾ തയ്യാറായിട്ടില്ല. ഇതിനെതിരെ ദേശീയ മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഫോറം ഫോർ പീപ്പിൾ റൈറ്റ്സ് ഭാരവാഹികൾ സ്ഥലം സന്ദർശിക്കുകയും ബാലാവകാശ കമ്മീഷന് പരാതി നൽകുകയും ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് ഉദ്യോഗസ്ഥ സംഘം സ്ഥലം പരിശോധിക്കാനെത്തിയത്. ഇതിന് മാത്രം അങ്ങനെയായിരുന്നു. അന്ന് ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് സ്ലാബ് വേണ്ട, നമുക്ക് റോഡ് വേണം പറഞ്ഞു. ഇവർ ഇതിലേക്ക് ഇവിടുന്ന് ലേശം ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഇതിൽ എടുത്തിട്ട് ഈ സൈഡിൽ കൂടി ആ പാലം കണ്ണിലേക്ക് കൂടി ഇങ്ങനെ റോഡ് വരാൻ പറ്റും. അങ്ങനെ ഞാൻ വിളിച്ചു. 5ാമത്തെ മീറ്റിങ്ങിന് കുറച്ച് ആളുകൾ വന്ന് എല്ലാവരും വന്ന് വിളിച്ചപ്പോൾ അവർ എല്ലാവരും ഓക്കെ പറഞ്ഞൊരു മുന്നേറ ഒരാൾ പറഞ്ഞു ഞാൻ തരില്ല. അവിടെ മേലെ ഒരു പ്രേമം എന്ന് പറഞ്ഞൊരു അസുഖം, നമുക്ക് ക്യാൻസർ ബാധിച്ചൊരു രോഗി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചികിത്സ ഞങ്ങൾ ഏറ്റിട്ടില്ല. അദ്ദേഹത്തെ കസേരയിൽ ഏറ്റിട്ട് ഞങ്ങൾ കൊണ്ടുവരുന്നു. അന്ന് അമ്മ ഞങ്ങൾ കരഞ്ഞ് പറയണം, വർഷങ്ങളായിട്ട് ഞങ്ങൾ കഷ്ടപ്പാടാണ്. അന്ന് മുന്നിട്ടിറങ്ങിയതാണ്. പിന്നെ ഞങ്ങൾ യൂണിറ്റി എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ അന്ന് അതിൻ്റെ ചെയർമാനാണ്. അന്ന് ഞങ്ങൾ മുൻകൈ എടുത്തിട്ടാണ് റോഡൊക്കെ. ഇത്രയും വീടുകൾ ഇവിടെ ഉണ്ട്. ഈ കണ്ട വീടുകൾ 19,000 വീടുകളുണ്ട്. ഇവിടെയുണ്ട്. ഇവർക്കൊക്കെ ഉപയോഗപ്പെടും. ഈ കുട്ടികൾക്ക് മാത്രമല്ല, വീടുകൾക്ക് മാത്രമല്ല, മെയിനായിട്ട് ഈ 3 വയസ്സായ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുക. കാരണം ഇതൊക്കെ അവസാനത്തെ ചാൻസാണ്. കാരണം നമുക്ക് ഈ ബൈക്ക് പിന്നെ വേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. നമ്മൾ പൊതുപ്രവർത്തന നിലയ്ക്ക് ഇടപെടുന്നത് മാത്രം. NOC പെൻഡിങ് എന്നുള്ളതാണ്. ഇപ്പം ഞാൻ സാറിന് അവിടുന്ന് മൊബൈലിൽ കാട്ടി തന്നില്ല. അപ്പോൾ സാറിപ്പം സാറിൻ്റെ നിങ്ങളുടെ സംയുക്ത പരിശോധനയിൽ ഇപ്പോൾ മുതികുട്ടിയൊക്കെ പറഞ്ഞ മാതിരി 5 മീറ്റർ വിട്ട് ഇടവിട്ട് ഓരോ പില്ലർ കൊടുത്തിട്ടാണെങ്കിൽ ആ രീതിയിലുള്ള ഒരു NOC നാളെ കൊടുക്കും. ബാക്കി ഞങ്ങൾ നാളെ അദാലത്തിൽ മന്ത്രിനോട് സംസാരിക്കുക. അത് ഫണ്ട് വെക്കണോ വെച്ചില്ലേ എന്നുള്ളത് പിന്നെയുള്ള കാര്യമാണ്. മറ്റേതെന്താ വെച്ചാൽ ഇപ്പം ഞങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ എന്ത് പരിശോധനയാണ് ഇവിടെ ആദ്യം നടത്തി റിപ്പോർട്ട് കൊടുത്ത് ആ പരിശോധനയുടെ റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങനെ വന്നിട്ട് പരിശോധന നടത്തിയെന്ന് പറയുമ്പോൾ അതൊരു ടെക്നിക്കൽ തെളിവല്ല. അതുകൊണ്ടാണ് ഞാൻ സാറിനെ നേരിട്ട് വന്ന് അവിടെ കാണാൻ കാരണം. മൈനർ ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷൈലി മോൻ പി, ഓവർസിയർ അരുൺ ബാബു, ഓവർസിയർ അഞ്ജു, നഗരസഭ അസിസ്റ്റന്റ് എഞ്ചിനീയർ സബീർ, പൊതുപ്രവർത്തകനായ മൊയ്തീൻകുട്ടി KT, ദേശീയ മനുഷ്യാവകാശ സംഘടനയുടെ തിരൂരങ്ങാടി താലൂക്ക് പ്രസിഡന്റ് അബ്ദുൾ റഹീം പൂക്കത്ത്, ബിന്ദു അച്ചമ്പാട്ട, ഷെരീഫ് CP, ചന്ദ്രൻ, കൗൺസിലർമാരായ ഹബീബ, സുഹറാബി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സംയുക്ത പരിശോധന നടത്തിയത്. നാളെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അദാലത്തിൽ തിരൂരങ്ങാടി നഗരസഭ ആവശ്യപ്പെട്ട NOCയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.